സിൽവർ ലൈൻ പദ്ധതിയെ പരാമർശിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സിൽവർ ലൈൻ യാത്രാ സമയം കുറയ്ക്കുമെന്ന് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിൽ പീയൂഷ് ഗോയൽ പറഞ്ഞു. We have also now a project, Silver Line, a semi-high-speed train coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ലുലു ബോൾഗാട്ടി സെന്ററിൽ നിന്നും ചേരുന്നുണ്ട്. നിതിൻ, ഇവിടുത്തെ BJP നേതൃത്വം സിൽവർ ലൈൻ അനുവദിക്കില്ലെന്ന് പറയുന്ന ഓരോ ഘട്ടത്തിലും കേന്ദ്രവുമായുള്ള ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഓരോരോ കത്തുകൾ പുറത്തേക്ക് വരുന്ന സമയം കൂടിയായിരുന്നു. ഈ അടുത്തുണ്ടായി ഈ പറയുന്ന DPR മാറ്റവുമായി ബന്ധപ്പെട്ട്. അതിന്റെ തുടർച്ചയായി തന്നെ വേണ്ടേ കേന്ദ്രമന്ത്രി സിൽവർ ലൈനെ കേരളത്തിൽ വന്ന് പരാമർശിക്കുന്നതിനെ മനസ്സിലാക്കാൻ? നിതിൻ, സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ കേരളം നിരന്തരം കേന്ദ്രത്തിന് മുമ്പാകെ സമർപ്പിച്ചിരുന്നു. പക്ഷേ DPR അതിൽ മാറ്റം വരുത്തണമെന്നൊരു നിർദ്ദേശമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. എന്തായാലും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഒരു പരാമർശം ഈ ഇൻവെസ്റ്റ് കേരള സംഗമത്തിൽ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നടത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റത്തേക്ക് സിൽവർ ലൈൻ പദ്ധതി യാത്രാ സമയം കുറയ്ക്കുമെന്നാണ് പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യമായാണ് സിൽവർ ലൈനെ അനുകൂലിച്ച് ഒരു കേന്ദ്രമന്ത്രി സംസാരിക്കുന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ് നമുക്കറിയായിരുന്നു. എന്തായാലും കേരളം നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ച് പറഞ്ഞപ്പോഴായിരുന്നു സിൽവർ ലൈൻ പരാമർശം എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഒരറ്റം മുതൽ മറ്റൊരറ്റത്തേക്ക് കേരളത്തിലെ യാത്രാ സമയം സിൽവർ ലൈൻ പദ്ധതിയോട് കുറയുമെന്ന ഒരു പരാമർശമാണ് ഇന്ന് മന്ത്രി നടത്തിയിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ തന്നെ വഴിവെക്കുന്ന ഒരു പരാമർശം തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. നിതിൻ അംബുജനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇവിടുത്തെ BJP നേതൃത്വം അടക്കം മറുപടി പറയേണ്ടതാണ്. സിൽവർ ലൈൻ ഈ പറഞ്ഞ യാത്രാ വേഗത കൂട്ടും, സിൽവർ ലൈൻ കേരളത്തിൽ നടപ്പാകില്ല എന്നൊക്കെ BJP നേതൃത്വം പറയുമ്പോഴാണ് അതിന് തികച്ചും അനുകൂലമായ ഒരു കാര്യം കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്ന് തന്നെ പറയുന്നത്.